മുഖമിനുക്കി ഇടതുപക്ഷം പാർലമെൻറ്റിൽ. ദേശീയ രാഷ്ട്രീയത്തിൽ നില മെച്ചപ്പെടുത്തിയ ഇടതുപക്ഷം CPMൻ്റെ കക്ഷിനില 2019 3-ൽ നിന്ന് ഇത്തവണ 4-ആയി ഉയർത്തി. CPI 2-ൽ തന്നെ തുടരുന്നു. ബീഹാറിൽ CPI ML ലിബറേഷൻ 2 സീറ്റുകൾ നേടി. കൊല്ലം സീറ്റിൽ വിജയിച്ച RSP കേരളത്തിൽ UDFനോടൊപ്പമാണെങ്കിലും ദേശീയ തലത്തിൽ ഇടതുപക്ഷത്താണ് നില ഉറപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ 2019 5-ൽ നിന്ന് 9 സീറ്റിലേക്ക് ഉയർന്നതാണ് 2024 ഇടതുനേട്ടം. കേരളത്തിലൊഴികെ മറ്റെല്ലായിടത്തും ഇന്ത്യ സഖ്യത്തിനോടൊപ്പം മത്സരിച്ചെങ്കിലും പ്രതീക്ഷിച്ച വിജയം നേടാൻ ഇടതു പാർട്ടികൾക്കായില്ല. പക്ഷേ മുമ്പത്തേക്കാൾ സ്ഥിതി മെച്ചപ്പെടുത്തിയതിൽ ആശ്വസിക്കാം. കേരളത്തിലെ 15 സീറ്റുകൾ ഉൾപ്പെടെ 52 മണ്ഡലങ്ങളിൽ CPM മത്സരിച്ചു. കേരളത്തിലെ ആലത്തൂർ, തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ, മധുര, രാജസ്ഥാനിലെ സിക്കർ എന്നീ 4 CPM വിജയിച്ചത്. കേരളത്തിലും ബംഗാളിലുമുള്ള പാർട്ടി എന്ന മേൽവിലാസം സിക്കറിൽ CPM സംസ്ഥാന സെക്രട്ടറി അമ്ര റാമിൻ്റെ വിജയത്തിലൂടെ മാറ്റിയെടുക്കുവാൻ ആ പാർട്ടിക്കായി. CPM സ്ഥാനാർത്ഥികളായ R സച്ചിദാനന്ദം ദിണ്ടിഗലിൽ 4,19,000 വോട്ടുകൾക്ക് വിജയിച്ചു. മധുരയിൽ നിന്ന് മത്സരിച്ച സു വെങ്കിടേശൻ 1,94,000 വോട്ടുകൾക്കാണ് വിജയം നേടിയത്. CPI സ്ഥാനാർത്ഥികളായി തമിഴ്നാട്ടിൽ നിന്ന് മത്സരിച്ച K സുബ്ബരായൻ 1,07,000 വോട്ടുകൾക്ക് തിരുപ്പൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. നാഗപട്ടണത്തിൽ നിന്ന് മത്സരിച്ച V സെൽവരാജ് 1,80,000 വോട്ടുകൾക്കാണ് നാഗപട്ടണത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. CPI ML 2 സീറ്റുകളിൽ വിജയിച്ചു. അറ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച സുധാമ പ്രസാദ് 55,845 വോട്ടുകൾക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ബീഹാറിലെ തന്നെ കരാകാട്ട് മണ്ഡലത്തിൽ നിന്ന് രാജാറാം സിംഗ് 1,04,000 വോട്ടുകൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു.